ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു ജനലിനടുത്തായിട്ട് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ജനൽ കട. ഓ, ഇതെല്ലാം ഡാൻസ് പ്രാക്ടീസിന്റെ സാരീസ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നമ്മൾ കാണുമ്പം ഒരേ ഒരു സാരി, പക്ഷേ ഇതിൽ തന്നെ എത്ര വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചെന്നൈയിലാണ്. കുറച്ച് ദിവസമായിട്ട് ചെന്നൈയിലുണ്ട്. അപ്പോഴേ ഇപ്പോൾ പോകുന്നത് ഇവിടെ ചെന്നൈയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമുണ്ട്, കപാലീശ്വർ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. 1000 വർഷത്തിലധികം പഴക്കമുള്ള ഒരു അമ്പലമാണെന്ന് അറിഞ്ഞത്, ഗൂഗിളിലൊക്കെ കാണിക്കുന്നത്. അപ്പോഴെന്തായാലും ആ ഒരു കപാലീശ്വർ അമ്പലത്തിലോട്ട് പോകാനാണ് ഇപ്പോഴും എൻ്റെ പ്ലാൻ. ഇവിടെ നിന്ന് 8 കിലോമീറ്ററാണ് കാണിക്കുന്നത് ദൂരം. ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സൈഡായിട്ട് പാർക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്നാണ് സാധാരണ ഈ ലോക്കൽ സ്ഥലങ്ങളിലോട്ടൊക്കെ ട്രെയിൻ ഉള്ളത്. പിന്നെ അടുത്തായിട്ട് സബർബൻ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ നിന്നും ലോക്കൽ സ്ഥലങ്ങളിലോട്ട് ട്രെയിനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മൈലാപ്പൂർ എന്ന് പറഞ്ഞ പരിസരത്തോട്ട് എവിടെയെങ്കിലും ട്രെയിൻ കാണാൻ സാധ്യതയുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ കപാലീശ്വർ എന്ന് പറഞ്ഞ അമ്പലത്തിലോട്ട് പോവാം. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ആംബുലൻസ് പോകുന്ന സൗണ്ട് ഇങ്ങനെ അവിടെ ആയിട്ടൊരു രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റലുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിനടുത്തൊക്കെ നിൽക്കുമ്പോൾ ഇതേപോലെ സൗണ്ട് കേൾക്കുമല്ലോ ആംബുലൻസിൻ്റെ. അതേപോലത്തെ സൗണ്ട് ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഇവിടെ ആയിട്ട് സെൻട്രൽ സ്ക്വയർ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മത്തിയ സതുക്കം ആയിരിക്കാം. അപ്പോഴെന്തായാലും നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് ബസ് കയറി പോകാൻ പറ്റുമെന്ന് നമുക്ക് തിരക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പോകാം. ഇപ്പം സമയം വൈകുന്നേരം 4 മണി ആയിട്ടുണ്ട്. അവിടുത്തെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അമ്പലത്തിനടുത്തായിട്ട് ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന സ്റ്റാളുകളെല്ലാം ഉണ്ട്. അതൊക്കെ വൈകുന്നേരം 5 മണിക്കൊക്കെ ഓപ്പൺ ആവുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തുമായിരിക്കാം. ചെന്നൈയിൽ വന്നിട്ട് എല്ലാ വീഡിയോയിലും ഉണ്ട് ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ. ചിലപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് കാണാമല്ലോ. അടിപൊളി ബിൽഡിംഗ് ആണ്. എന്തായാലും നമുക്ക് സമയം കളയാതെ അങ്ങോട്ട് പോവാം. ഇന്നത്തെ ദിവസം 2ാം ശനിയാണ്. ഇതാ വണ്ടിയൊക്കെ പൊക്കിക്കൊണ്ട് പോകുന്ന വണ്ടി കണ്ടില്ലേ. ഓരോരോ ബസ്സുകൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിലോട്ട്. അങ്ങനെ ഞാൻ ഈ ബസ്സിൽ ചോദിച്ചു കപാലീശ്വർ അമ്പലത്തിലോട്ട് പോകാൻ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ നിന്നാൽ ബസ് കിട്ടത്തില്ല. 21 എന്ന് പറഞ്ഞ ബസ്സാണ് കപാലീശ്വറിലോട്ട് പോകുന്നത്. അത് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലില്ലേ, ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. അപ്പോഴെന്തായാലും നമുക്ക് 21 ബസ് തിരക്കി പോവാം. ഭയങ്കര തിരക്കുള്ളൊരു നഗരമാണ് ചെന്നൈ. തലങ്ങും വിലങ്ങും വണ്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം സബ്വേയിലല്ലാത്ത പക്ഷം വലിയ പാടാണ്. നമുക്ക് സബ്വേയിലൂടെ പോവാം, അത് നടക്കത്തുള്ളൂ. ഇതാ അങ്ങനെ നമ്മൾ സബ്വേയിൽ എത്തിയിരിക്കുവാണ്. ഓ, സബ്വേയിൽ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. വെള്ളത്തിൽ കൂടെ ഇറങ്ങി പോകണ്ട, വേറെ രീതിയിൽ ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതാ ഇവിടെ സബ്വേയുടെ സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റാളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇപ്പോഴും നമ്മൾ നടന്ന് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇതിനടുത്തായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇതാണ് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെയായിട്ട് സദേൺ റെയിൽവേയുടെ ഹെഡ് ഓഫീസാണ്. ഈ ബിൽഡിങ്ങും കാണാനൊരു പ്രത്യേക വൈബാണ്. ഭാഗത്തായിട്ടൊരു കൽക്കരി എഞ്ചിനൊക്കെ കാണാം, കണ്ട. ഓഫീസ് ഓഫ് ദ ജനറൽ മാനേജർ സദേൺ റെയിൽവേ. സദേൺ റെയിൽവേയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാ കണ്ടില്ലേ ഹോസ്പിറ്റൽ, രാജീവ് ഗാന്ധി ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ. അതിന് നേരെ താഴെയായിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് വന്നിരിക്കുവാണ്. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ 21 ബസ് നിൽക്കുന്ന സ്ഥലം. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും പെട്ടെന്നൊരു ബസ് വന്നു ചാടി കയറി. എന്തായാലും നല്ല വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. 8 കിലോമീറ്റർ യാത്രയ്ക്ക് എന്തോ വിൻഡോ സീറ്റ് അല്ലേ. ഇപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൂവം റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടെയാണ്. വെസ്റ്റ് കൂവം റോഡ്. ഇതാ കാണുന്നതാണ് കൂവം. തമിഴ് സിനിമ സ്ഥിരമായിട്ടൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും ഈ കൂവം എന്നുള്ള വാക്ക്. കൂവത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് വീതി കുറഞ്ഞ റോഡാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ ഇവിടെ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്, മൈലാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ മെട്രോയുടെ വർക്ക് നടക്കുവാണ്. ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി അമ്പലത്തിലോട്ട്. കപാലീശ്വരർ അമ്പലം. ഒരു ഷോർട്ട് കട്ടുണ്ട്. ഷോർട്ട് കട്ടല്ലേ, ഇതുവഴിയാണ് പോകുന്നത്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അതുവഴി പോയിട്ട് റൈറ്റ് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. ഇവിടെയൊക്കെ
വഴിയോര കച്ചവടങ്ങളാണ്, തുണികളുടെ എല്ലാം. ഷർട്ടും പാൻറ്റും എല്ലാം ഉണ്ട്. 350, 350 രൂപയാണ് റേറ്റ് ഷർട്ടിൻ്റെയൊക്കെ വില. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചെന്നൈയിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 13 രൂപ. സത്യത്തിൽ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാനേ, ഈ കച്ചവടങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാൻ ഒരു രസമുണ്ട്. ഇതാ നോക്കി, ഈ ബാഗിൻ്റെ ഒക്കെ കളർ, ഇത് കൊള്ളാം. 550, 550 രൂപയാണ് വില. കൊള്ളാം അല്ലേ? ഇതാ ഇവിടെയൊക്കെ ആയിട്ട് ബാഗുകളെല്ലാം ഉണ്ട്. വഴിയോര കടകളും ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് അല്ലാത്ത കടകളും ഉണ്ട്. ഇതാ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ചെറിയൊരു ചേരി പ്രദേശം എത്തിയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ബ്രിഡ്ജ് പോകുന്ന കണ്ടില്ലേ? ഇത് അവിടെ ആയിട്ട് തിരുമലൈ റെയിൽവേ സ്റ്റേഷനുണ്ട്, ആ കാണുന്നത് ലോക്കൽ സ്റ്റേഷനാണ്. ഒരു ട്രെയിൻ വന്നായിരുന്നേ കൊള്ളായിരുന്നല്ലേ, കാണാമായിരുന്നു. സബർബൻ ട്രെയിൻ ആയിരിക്കണം. ഇത് ഈ കാണുന്നതാണ് തിരുമലൈ റെയിൽവേ സ്റ്റേഷൻ. സാധാരണ ഒരു മെട്രോ സ്റ്റേഷനാണ് ഇങ്ങനെ കാണുന്നതേ. ബ്രിഡ്ജും ആ ഒരു പരിസരമൊക്കെ ആയിട്ടെ ആ ഒരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ സാധാരണ മെട്രോ സ്റ്റേഷനുകൾക്കാണ്. ഒരു വണ്ടിയുടെ ഹോണടി കേട്ടു, നോക്കട്ടെ. അപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ് പോകുന്നത്. സബർബൻ ട്രെയിൻ, ആ ട്രെയിനാണ് പോകുന്നത്, ലോക്കൽ ട്രെയിൻ. ഇവിടെ എല്ലാം മലക്കറിയെല്ലാം ചെറിയ ചെറിയ പാക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം 10 രൂപയാണെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട്. വെണ്ടക്കയും എല്ലാം ഉണ്ട്. ഇപ്പോഴൊരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഒരു റോഡ് അങ്ങോട്ട് പോകുന്നുണ്ട്, അതായിരിക്കണം ചിലപ്പോൾ അമ്പലത്തിലോട്ടുള്ള വഴി. ഇവിടെയായിട്ടൊരു കുളം കാണാം, അമ്പലക്കുളം. വലിയൊരു കുളമാണ്. ഇവിടെ കുളത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ടൊരു ഗേറ്റ് ഉണ്ട്. എന്തായാലും നല്ലൊരു ഫീലുണ്ട് ഇതിനകത്തോട്ട് വന്നപ്പോൾ. നല്ല പച്ച കളറിൽ വെള്ളം കാണാം. നടുക്കായിട്ടൊരു മണ്ഡപം എല്ലാം ഉണ്ട്. ഒരുവിധം എല്ലാ അമ്പലക്കുളങ്ങളുടെയും നടുക്കൊരു മണ്ഡപം കാണും. നമ്മുടെ നാട്ടിലെ അമ്പലക്കുളങ്ങളുടെ നടുക്ക് കിണറൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലമേ. ഈ അമ്പലമായിട്ട് ചുറ്റിപ്പറ്റി കച്ചവടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, കടകളെല്ലാം ഓപ്പണായി വരുവാണ്. വൈകുന്നേരം സമയം ആയതുകൊണ്ട് ഈ കട തുറന്നിട്ടില്ല, ജസ്റ്റ് ടാർപ്പായിട്ട് മൂടിയിരിക്കുവാണ്. ചായ പിടിക്കാൻ പോയതായിരിക്കും. മുല്ലപ്പൂവിൻ്റെയൊക്കെ റേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, അനൗൺസ് ചെയ്യുന്ന കണ്ടില്ലേ. ഇപ്പോഴും ഞാൻ നടന്ന് കുളത്തിന് നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുവാണ്. ഇവിടെയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്താ സംഭവം നോക്കാം. ഇവിടെ ആയിട്ട് കപാലീശ്വർ ഈസ്റ്റ് ടാങ്ക് സ്ക്വയർ സ്ട്രീറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കുളത്തിന് ഇപ്പുറത്തെ സൈഡ്. അങ്ങനെ ഈ കുളത്തിന് സൈഡിലായിട്ടും പൂമാലയും ഹാരവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടങ്ങളുണ്ട്. അവിടെ നേർച്ച കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ട്. തേങ്ങയും പഴവും പനീർ റോസും ഒരു വെറ്റയും ഇതെല്ലാം കൂടെ ചേർത്ത് എത്രയാണ്? 50 രൂപയാണ് റേറ്റ്. എന്തായാലും കൊള്ളാം, നല്ല കളർഫുള്ളായിട്ടുണ്ട് കാണാൻ. 50 രൂപ കൊടുത്തെങ്കിലേ തേങ്ങയും പഴവും എല്ലാം കിട്ടത്തുള്ളൂ. 20 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ പൂവും ദൈ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിലോട്ട് കയറുന്നതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തെല്ലാം കയറിയിട്ട് വേറൊരു വഴി കൂടെ പുറത്തോട്ട് വന്നു. ഇപ്പോഴും വലിയൊരു ഗോപുരത്തിന് പുറത്തായിട്ട് നിൽക്കുവാണ്. അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അവിടെ ഗോശാലയെല്ലാം ഉണ്ട്. പശുവിനെല്ലാം ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ നേർച്ചയ്ക്ക് കൊടുത്ത കോഴിയെല്ലാം ഉണ്ട്. പിന്നെ ആൾക്കാർ നേർച്ചയായിട്ട് വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ആ ഗോപുരത്തിന് മുകളിലായിട്ട് ഫ്ലൈറ്റ് പോകുന്നത് കാണാം ഇടയ്ക്കിടയ്ക്കായിട്ട്. അതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ ഗോപുരത്തിലെ കൊത്തുപണികളെല്ലാം കാണാനൊരു പ്രത്യേക രസമാണ്. അത് ഇവിടുത്തെ മാത്രമല്ല, ഒരുവിധപ്പെട്ട ഇതേപോലത്തെ ഗോപുരങ്ങളുള്ള അമ്പലങ്ങളിലെ എല്ലാം കൊത്തുപണികൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ആ പുറത്തോട്ട് വന്നപ്പോൾ ഒരു രഥം ഒരുപാട് ഗ്രില്ലൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ തിരുവിഴ അങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ ഇത് പുറത്തിറക്കുമായിരിക്കാം. എന്തായാലും കൊള്ളാം, വലിയൊരു മണ്ഡപത്തിന് നടുക്കായിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫ്രണ്ടിലത്തെ റോഡിലോട്ട് വന്നപ്പോൾ കാഞ്ചീപുരം പട്ടുസാരിയൊക്കെ ഉള്ളൊരു കടയാണ്. പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഫിക്സഡ് പ്രൈസ്. ഇതെവിടെ കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഇത് മിക്സിംഗ് ആണല്ലേ? കാഞ്ചീപുരം പോലെ ഇരിക്കുന്ന മിക്സിംഗ് ആണ്. അപ്പോഴിതിന് 395 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അല്ലാതെ ഒറിജിനൽ ആകുമ്പോഴത്തേക്കും 5000 5000 അല്ലേ? ഉള്ള ഇരിക്കില്ല. ഒറിജിനൽ ഒന്ന് കാട്ടാൻ മുടിയുമോ? ഓ, ഓക്കെ ഓക്കെ. 690 rupees.
സിൽക്ക് മാതിരി ഇരിക്കും പക്ഷേ സിൽക്ക് അല്ല. 690. ഇത് സെമി സോഫ്റ്റ് സിൽക്ക് ആണ്. അത് ഓക്കെ ഓക്കെ. ഇതാണ് പ്യൂർ സിൽക്ക്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡിങ് എല്ലാം ഉണ്ട്. സിൽക്ക് മാർക്ക് நீங்க கேட்கணும். பட்டு வாங்குறீங்கன்னா இது வந்து நீங்க இந்த மார்க் இருந்தா மட்டும் தான் பட்டு. അപ്പോൾ ഇതാ ഇങ്ങനത്തെ സിൽക്ക് മാർക്ക് ഉണ്ടെങ്കിലേ ഒറിജിനൽ സിൽക്ക് ആവത്തുള്ളൂ. ഗവൺമെന്റിന്റെ ലേബലാണത്. ഓ വെരി തിൻ. യെസ് യെസ്. You see the silk quality, it will be very thin, but it is pure silk by silk with the silk mark. Okay. With the mark வந்து இந்த ரேஞ்சுக்கு வந்து this like this is starting item in pure silk saree with us. If same saree goes to showroom 22 to 25% difference will be there. Okay okay. ഓ ഇത് ഹെവി ക്വാളിറ്റി അല്ലേ? ഈ കാണുന്നതെല്ലാം ഹെവി ക്വാളിറ്റി ആണ്. 10,000 രൂപയാണ് വില. ഓ ഇതെല്ലാം ഡാൻസ് പ്രാക്ടീസിന്റെ സാരീസ് ആണ്. പ്യൂർ കോട്ടൺ. ഇത് എவ்வளோ റേറ്റ് വരും? ഇതൊക്കെ റേറ്റ് കുറവാണ്. 595. 490 590 അങ്ങനത്തെ പല പല റേറ്റിൽ വരും. റേറ്റ് കുറവാണ്. ഇത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ്. ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പടിയല്ലേ ഇറക്കില്ലേ ഡാൻസ് പ്രാക്ടീസ് പണ്ടതൊക്കെ സെപ്പറേറ്റ്. ഓ നമ്മൾ കാണുമ്പം ഒരേ ഒരു സാരി, പക്ഷേ ഇതിൽ തന്നെ എത്ര വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സാരി കാണിച്ചില്ലായിരുന്നോ? ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ്. അങ്ങനെ ഓരോരോ വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഓക്കെ താങ്ക് യു. ഇങ്ങനെ അകത്ത് കയറിയിട്ട് ഒരു സാരിയുടെ വില ചോദിച്ചു. ആ കടയിലുള്ള കംപ്ലീറ്റ് സാരിയുടെ വില പറഞ്ഞു തന്നു. കാഞ്ചീപുരം പട്ട് അങ്ങനെ ഓരോന്നിനും ഓരോരോ രീതികളൊക്കെ ഉണ്ട്. നമുക്കെന്ന് വെച്ചാൽ ആണുങ്ങൾക്കത് കാണുമ്പോഴത്തേക്ക് എല്ലാം പട്ട് സാരി കണക്കല്ലേ തോന്നുള്ളൂ. കാഞ്ചീപുരം ആണെങ്കിലും എന്താണെങ്കിലും ഒരേ കണക്കാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും അതിലും ഓരോരോ വ്യത്യാസങ്ങളുണ്ടെന്നേ. ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയാണ്. അതിനടുത്തായിട്ട് എന്താ വലിയ വലിയ തുണിക്കടകൾ സാരി കടകളെല്ലാം ഉണ്ട്. ലേഡീസിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കടകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ആണുങ്ങളുടെ ഒരു ലുങ്കി പോലും ഞാൻ ഇവിടെ കണ്ടില്ല. അങ്ങനെ ഈ ഗോപുരത്തിനോട് ചേർന്ന് ഈ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ജനൽ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അത് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു കടയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ജനൽ കട പേര് തന്നെ ഒരു വെറൈറ്റി അല്ലേ? ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു ജനലിനടുത്തായിട്ട് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ജനൽ കട. അതെന്തായാലും ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. ബോണ്ടയും ബജ്ജിയൊക്കെ ഉണ്ട്. തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജനൽ കടയിൽ നിന്നും ഒരു ബോണ്ടയും ഒരു ബജ്ജിയും വാങ്ങിയിട്ടുണ്ട്. മുളക് ബജ്ജി. സ്പെഷ്യൽ ചട്നിയുണ്ട്. നല്ല ചൂടുണ്ട്. ബോണ്ട എന്ന് പറഞ്ഞിട്ട് ഉഴുന്നുവടയ്ക്കകത്ത് ഹോളില്ലാത്ത സംഗതിയാണല്ലോ. ചിലപ്പോൾ അതായിരിക്കും ഇവിടുത്തെ ബോണ്ട. എന്തായാലും കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. മുളക് ബജ്ജി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. ഞാനിങ്ങോട്ട് അമ്പലത്തിലോട്ട് വന്നപ്പോഴേ ജനൽക്കടയിൽ പോകാനൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉള്ളതെന്ന്. അപ്പോൾ ജനൽക്കടയിൽ പോകാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ വേറൊരു വശത്തോട്ട് വരുമ്പോൾ ഇതെവിടെയൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയ വലിയ കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കടകൾ മാത്രമല്ല ബാങ്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. HDFC ബാങ്ക്, വേറെയും ബാങ്കുകളെല്ലാം ഉണ്ട്. ഇതെവിടെയായിട്ട് കണ്ടില്ലേ? റോഡിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതാ കണ്ടില്ലേ? ഭരതനാട്യമോ മോഹിനിയാട്ടോ അങ്ങനത്തെ ഒരു ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ വിൽക്കുന്ന കടയൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഓർണമെൻറ്റ്സ് വിൽക്കുന്ന കടകളും ഇവിടെ ഉണ്ട്. അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ഇത് കല്യാണ പെണ്ണാന്ന് തോന്നുന്നു. ഇതാ കണ്ടില്ലേ ഇവിടെയൊക്കെ നിൽക്കുന്നത് ഡാൻസേഴ്സാണ്. അങ്ങനെ നമ്മൾ കപാലി അമ്പലത്തിലെല്ലാം കയറി കറങ്ങി തിരിഞ്ഞ് പുറത്തോട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ചെന്നൈയിലോട്ട് തിരിച്ചു പോവുകയാണ്. എന്തായാലും നല്ലൊരു വൈബുള്ളൊരു അമ്പലമാണ് ഈ കപാലീശ്വർ ക്ഷേത്രം. അകത്ത് നിൽക്കുമ്പോൾ സ്കൂൾ കലോത്സവത്തിനൊക്കെ കാണുന്ന ആ ഒരു വൈബുണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു ഫീല് തോന്നും. അത് എല്ലാ ദിവസവും ഉണ്ടോയെന്ന് അറിയാൻ വയ്യ, പക്ഷേ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ ഇവിടെ ജനൽക്കടയിലെ ആ ഒരു വടയും അങ്ങനത്തെ സംഭവം എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജനൽക്കട എന്ന് പറഞ്ഞ ആ ഒരു പേരുണ്ടല്ലോ, എല്ലാവരും പറഞ്ഞ് അങ്ങനെ ഒരു പേര് വന്നപ്പോഴും നമുക്ക് അവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. അപ്പോഴങ്ങനെ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് അമ്പലത്തിലെല്ലാം ഒന്ന് കറങ്ങി പുറത്തോട്ട് വന്നിരിക്കുവാണ്. അപ്പോഴിനി ഇവിടെ നിന്ന് ഞാൻ വന്ന് ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് തിരിച്ച് ബസ്സുണ്ട്.
തിരിച്ച് ബസ്സുണ്ട്. 21 നമ്പർ ബസ്. ഞാൻ ഇങ്ങോട്ട് വന്ന അതേ ബസ് നമ്പർ തന്നെയാണ് തിരിച്ചു പോകുന്ന ബസ്സും. അതിൽ കയറി കഴിഞ്ഞാൽ MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ചെന്നിറങ്ങാൻ പറ്റും. ഇപ്പോൾ സമയം 6:45 ഞാൻ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറിയത് വൈകുന്നേരം 4:30. ഇപ്പം സമയം 6:30. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മണിക്കൂർ ഒന്ന് കറങ്ങിയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് ഈ കപാലീശ്വർ ടെമ്പിൾ. അപ്പോഴെന്തായാലും ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് തിരിച്ച് ചെന്നൈയിലോട്ട് ബസ് കയറി പോവുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.